ജി മോഹൻദാസ്, സേനാപതി പറയുന്നത് ഈ 400+ നടക്കില്ല എന്നാണ്. അത് നടക്കുമോ ഇല്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് മഞ്ജുഷ്. പിന്നെ ഒരു മുഖവര പറയട്ടെ, BJP-യുടെ ഭാഗത്ത് നിന്ന് TG മോഹൻദാസ് എന്ന് പറയില്ല, അത് BJP-കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ശരി ശരി ശരി. ഞാനൊരു ഈ 370 എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യമാണ്. അത് നിർഭാഗ്യവശാൽ നിങ്ങളാരും ശ്രദ്ധിച്ചില്ല. അതിന് തൊട്ട് പിന്നാലെ മോദി പറഞ്ഞില്ല, പക്ഷെ പുറത്ത് വന്ന മുദ്രാവാക്യം എന്താണെന്നറിയാമോ? ആ മുദ്രാവാക്യത്തിൻ്റെ തുടക്കമാണ് മോദി പറഞ്ഞത്. ജിസ്നെ ഹട്ടായി 370 ഉസ്കോ ദേങ്കെ 370. ആരാണ് 370-ാം വകുപ്പ് എടുത്ത് കളഞ്ഞത് അയാൾക്ക് 370 സീറ്റ് കൊടുക്കും. ഇതാണ് ഈ 370-ൻ്റെ. അല്ലെങ്കിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനാണെങ്കിൽ 400 എന്ന് പറയാം, അല്ലെങ്കിൽ 380 എന്ന് പറയാം. എങ്ങനെ ഈ 370 എന്നുള്ളത് സെലക്ട് ചെയ്തത്? ഇത് 370-ാം വകുപ്പാണ്. അതിനുശേഷം ട്വിറ്ററിലും ഒക്കെ ഓടുന്ന മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ജിസ്നെ ഹട്ടായി 370 ഉസ്കോ ദേങ്കെ 370. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞ ആളിന് 370 സീറ്റ്. ഈ തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ തന്ത്രം ഇപ്പോഴും കോൺഗ്രസ്സിന് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ അവർ ലാസ്റ്റ് മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്ന് എനിക്കറിയില്ല. ഏകദേശം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പോലെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് നരേന്ദ്രമോദി. ഒരു വാക്ക് മഞ്ജുഷ് ശ്രദ്ധിക്കൂ. മോദിക്ക് ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടിയാണ്. മോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടിയല്ല, BJP-യുടെ ഗ്യാരണ്ടിയല്ല, NDA-യുടെ ഗ്യാരണ്ടിയല്ല. മോദിക്ക് ഗ്യാരണ്ടി, എൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് ആ മനുഷ്യൻ വെല്ലുവിളിക്കുന്നത്. ഇത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ സ്വഭാവമാണ്. വെൻ ഐ കം ടു പവർ എന്നാണ് ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും ഒക്കെ പറയാറുള്ളത്. ഇഫ് ഐ കം ടു പവർ എന്ന് പോലും പറയില്ല. അവരുടെ സൈക്കോളജിസ്റ്റുകൾ അവരെ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് ഞാൻ അധികാരത്തിൽ വന്നാൽ എന്ന് പറയരുത്, ഞാൻ അധികാരത്തിൽ വരുമ്പോൾ എന്ന് വേണം പറയാൻ. വന്നാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംശയം കിടപ്പുണ്ട്. വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഉറപ്പാണ്. ഞാൻ മഞ്ജുഷിനോട് പറയാണ്, തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ മഞ്ജുഷിനെ കാണും. അതായത് വരുമെന്നും കാണുമെന്നും എനിക്ക് ഉറപ്പാണ്. വന്നാൽ കാണാമെന്ന് പറഞ്ഞാലോ വരുമെന്നുള്ളതിന് തന്നെ ഉറപ്പില്ല, കാണുമെന്നുള്ളതിന് ഉറപ്പില്ല. ഈ സൈക്കോളജി വളരെ മനോഹരമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് നരേന്ദ്രമോദി കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ, മോദിക്കെതിരെ ആരാണ്? ഇപ്പോൾ സേനാപതി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈ കണക്കൊന്നും വെച്ചല്ല മോദി ഈ 370 പറഞ്ഞിരിക്കുന്നത്. തെലങ്കാനയിൽ ഇത്ര, മധ്യപ്രദേശിൽ ഇത്ര, മഹാരാഷ്ട്രയിൽ മാക്സിമം ഇത്ര, ഉത്തർപ്രദേശിൽ ഇത്ര, ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ടല്ല. 370-ാം വകുപ്പാണ് ഈ 370 സീറ്റ്. അതൊരു മുദ്രാവാക്യമാണ്, അതൊരു അടുത്ത തെരഞ്ഞെടുപ്പിലെ അജണ്ടയാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിന്റെ കട അടച്ചുപൂട്ടുന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ കട അടച്ചുപൂട്ടുന്ന കാര്യവും പറഞ്ഞിരുന്നു. അതിനെയാണ് ഈ ധാർഷ്ട്യം എന്ന രീതിയിലുള്ള എതിർ വാദവുമായിട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. അല്ല, ഇത് ഈ ആലങ്കാരികമായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമല്ലോ. ഇവരുടെ കട പൂട്ടിക്കും, കഥ കഴിക്കും, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട്. ഇതിൻ്റെയൊക്കെ ഉസ്താദായിരുന്നു അച്യുതാനന്ദൻ. അദ്ദേഹം പാവം വയസ്സായതുകൊണ്ട് ഇപ്പോൾ അത്തരം പരിഹാസങ്ങളൊന്നും നമ്മൾ കേൾക്കാറില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം ഇത് ഉപയോഗിച്ചിരുന്നു, ഈ കടയെന്ന് തന്നെ ഉപയോഗിച്ചിരുന്നു. UDF-ന് കടയും തുറന്നു വെച്ച് കാത്തിരിക്കുകയാണ് ഇവർ. ആരെങ്കിലും കാലുമാറി വന്നാൽ വരട്ടെ എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ സെൽവരാജ് കാലുമാറിയപ്പോൾ. അപ്പോൾ ഇതുപോലത്തേക്കുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തും. അത് ആലങ്കാരികമായ പ്രയോഗങ്ങൾ. ഞാനാകെ പറഞ്ഞത് ഈ 370 എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലെ ടോട്ടൽ കൂട്ടിയിട്ട് പറഞ്ഞ സീറ്റുകളല്ല, 370-ാം വകുപ്പിനെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഇതിൽ പ്രധാനമായും ഇന്ത്യയിൽ ഇപ്പം നടക്കുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ നടന്നത്, മോദി വേഴ്സസ് ഹൂ, ഇതാണ് ചോദ്യം. മോദിക്കെതിരെ ആര്, ഇതാണ് ചോദ്യം. ഇത് ഉയർത്തി കാണിക്കാൻ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നില്ല. ഈ കണക്കുകളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഒക്കെ പറയാം. യാക്കോബായ യാക്കോട്ടിയും സാധാരണ നമ്മുടെ അനാലിസിസ് എപ്പോഴും ആണല്ലോ. നമ്മളെല്ലാവരും വളരെ സെക്യുലറുമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം എന്ന് കഴിയുമ്പോൾ നമ്മൾ പറയും അവിടെ ഈഴവ ഭൂരിപക്ഷമുണ്ട്, ഇവിടെ നായർ ഭൂരിപക്ഷമുണ്ട്, കത്തോലിക്ക വോട്ട് ഇന്നാർക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അനലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. നമ്മുടെ മതതൃത്വം അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇതല്ല സംഭവിക്കുന്നത്. അദ്ദേഹം ഈ കണക്ക് കൂട്ടിയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഇതിന് മുകളിൽ വേറൊരു കണക്കാണ് ഈ 370-ാം വകുപ്പിൻ്റെ കണക്ക്.
ഇതാണ് യാഥാർത്ഥ്യം. ശരി, ശ്രീ സേനാപതി വേണു, ഈ